ഇപ്പം നമ്മൾ എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി വർക്ക് ചെയ്തേ? 10 ദിവസം എടുത്തല്ലേ? ആ ഓ, ഇത് എവിടെയാണ് വർക്ക് ചെയ്ത സ്ഥലം? എവിടെയായിരുന്നു? നൗഷാദിക്കാട് അടുത്ത്. ആ ഓ, അതല്ലേ. ശരിക്കും ചേട്ടൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അടിമാലി തന്നെയാണ്. കോപ്പറേറ്റ്. പേരെന്നാ? ബിനീഷ്. ഓക്കെ ഓക്കെ. ആ അങ്ങോട്ട് പോയത്? ആ ഓ, ആ ഓക്കെ. ആ ആ ചെയ്തിട്ടില്ലേ? ആ ഏകദേശം എത്ര രൂപ നമുക്ക് മുടക്കായിട്ടുണ്ട്? 140 എടുത്തല്ലേ? സ്പ്രിങ് മാത്രം ചെയ്യല്ല. ഇനിയിപ്പോൾ സ്പ്രിങ് എങ്ങനെയാ? കട്ടപ്പനയാണോ? ബ്രദേഴ്സിലെ അതോ? ആ മറ്റേ ഫുൾ സ്പ്രിങ് ആയിട്ട് ഇടാൻ. ആ ഓക്കെ ഓക്കെ. ആ കേട്ടോ. ആ ആ മറ്റേ ചെയ്യുന്നോണ്ട് നമ്മളത് വേണ്ട പരിപാടി അവിടെ തന്നെ, പെയിന്റിംഗ് ഉൾപ്പെടെ എല്ലാ പരിപാടിയും അവിടെ തന്നെ ചെയ്തല്ലേ? അവിടെ തന്നെ ചെയ്തു. ആ ഓക്കെ. ആ ആ നമ്മുടെ അടിമാലിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ മട്ടാഞ്ചേരിയിൽ നിന്നൊരു വണ്ടി പണിതിറക്കിക്കൊണ്ടത്? അതല്ലേ ഫസ്റ്റ്? ആ അപ്പം നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്തപ്പോൾ നമ്മുടെ അടിമാലി ഷോറൂമിൽ നിന്നാണോ? തൊടുപുഴയിൽ നിന്ന്. ആ അവിടുന്ന് അങ്ങോട്ട് പോയി. ആ ഇങ്ങനെ 1-2 വീഡിയോസ് ഇങ്ങനെ എവിടെയെങ്കിലും വണ്ടി അടിക്കുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് പണിയണമോ ഇത് വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിയുടെ ഒരു ഐഡിയയും അതുപോലെ തന്നെ ഒരു പണി നമുക്ക് ഇഷ്ടപ്പെട്ടു. ചില സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു വൃത്തിയില്ല, ബോഡി വർക്ക് വൃത്തിയില്ല. അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് വണ്ടി ഇറങ്ങി പോകണ്ടേ. ഹെഡ്ലൈറ്റ് ഒക്കെ മാറ്റി അതുലിന്റെ ഹെഡ്ലൈറ്റ് ആക്കി. ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയെന്ന് വെച്ചാൽ മറ്റേ നമുക്ക് ഈ ആപ്പയുടെ ഉള്ളൊരു പോരായ്മ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഹെഡ്ലൈറ്റ് എപ്പോഴും അപ്ഡേറ്റ് അല്ല. 10 കൊല്ലം മുൻപേ ഇറങ്ങുന്ന അതേ ഇതില് തന്നെയാണ് ഇതിന്റെ ആപ്പയുടെ ഹെഡ്ലൈറ്റ് ഇപ്പോഴും ഇറങ്ങിയത്. കാരണം നമ്മൾ രാത്രിയിലൊക്കെ ഒരു ഓട്ടം പോയി കഴിയുമ്പോൾ ചില സ്ഥലങ്ങൾ നല്ല ഇരുട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുലിന്റെ ഇത് മാറ്റി കയറ്റി വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെട്ടം കൂടുതൽ കിട്ടും. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയാണോ? ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നു. എവിടെ? ഏത് അമ്പലത്തിലാ? ഞാൻ അടിമാലി ശിവക്ഷേത്രത്തിൽ.